ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫ്രോക്സ്. ഇന്ന് മൈ ഫ്രോക്സിൽ ഒരു പുതിയ മോഡൽ നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ധാരാളം നൈറ്റിയുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നൈറ്റി പീസാണ്, 3 മീറ്റർ വരുന്ന നൈറ്റി പീസാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൈ ഫ്രോക്സിൽ 2 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഇവിടെ നൈറ്റിയുടെ ക്ലോത്ത് ഞാൻ ഇവിടെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ മടക്കിയിട്ടിരിക്കുന്നത് കണ്ടോ, ആദ്യം ലെങ്ത് വൈസ് മടക്കി, പിന്നെ വിഡ്ത്ത് വൈസ് മടക്കി. അപ്പോൾ ഇവിടെ വന്നിട്ട് ഓപ്പൺ ആയ പോർഷനാണ്, 4 പീസായിട്ടിരിക്കുന്ന പോർഷനാണ്. ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷനാണ്, നമ്മൾ നിൽക്കുന്ന ഭാഗത്താണ് ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷൻ. അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നൈറ്റിയുടെ ക്ലോത്ത് മടക്കി ഇടുന്നത്. ഇത് 3 മീറ്റർ ക്ലോത്താണ്. അത്രയും വേണ്ട എന്നുള്ളവർക്ക് ഈ താഴെ നിന്നും അതായത് മേളിൽ നമുക്ക് സ്ലീവൊക്കെ കട്ട് ചെയ്യാനായിട്ട് ക്ലോത്ത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് താഴെ നിന്നും അളന്നു പോകുന്നത്. അപ്പോൾ ഈ താഴെ നിന്നും 55 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കാം. ഇവിടെ നമ്മൾ 55 ഇഞ്ച് എടുത്ത് ലൈൻ വരച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് എക്സ്ട്രാ വരുന്ന ക്ലോത്താണ്. ഇനി ഇവിടെ ഈ പോർഷനിൽ നിന്നും, അതായത് 4 പീസായിട്ടിരിക്കുന്ന ഈ പോർഷനിൽ നിന്നും നമ്മൾ ഇങ്ങോട്ടേക്കാണ് മെഷർമെൻറ്റ് എടുക്കുന്നത്. സാധാരണ നമ്മൾ തിരിച്ചാണ് എടുക്കുന്നത്. ഈ കട്ട് ചെയ്യാത്ത പോർഷനിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് മെഷർമെൻറ്റ് എടുത്ത് പോകുന്നത്. ഇത് നേരെ റിവേഴ്സാണ് കേട്ടോ, ഇങ്ങോട്ടേക്കാണ് മെഷർമെൻറ്റ് എടുക്കുന്നത്. ഇതൊരു 40-42 ഇഞ്ചൊക്കെ ചെസ്റ്റ് സൈസ് വരുന്ന ആളിൻ്റെ ആണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഞാനിവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 4 ഇഞ്ച് ഈ വരയിൽ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുന്നു. ഇനിയും ഇവിടെ നിന്നും താഴേക്ക് നമുക്ക് ആം ഹോൾ ഇവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ 7 ഇഞ്ച് ആം ഹോളും മാർക്ക് ചെയ്യുന്നു. ഈ 4 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വീണ്ടും ഒരു 3 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്തെയാണ് മാർക്ക് ചെയ്യുന്നു. ഇവിടെ 3 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യുന്നു. ഇനിയും ഇവിടെ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കമാണ്. ഇവിടെ 6 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതുപോലെ തന്നെ ഈ പോർഷനിലും 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. ഇവിടെ നമ്മുടെ ആം ഹോൾ ഇങ്ങനെ കർവായിട്ട് വരയ്ക്കുക. ഇവിടെ ആം ഹോൾ കർവ് ചെയ്ത് വരച്ചിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിവിടെ ഈ ബോക്സ് വരച്ചല്ലോ, 6 ഇഞ്ചിൻ്റെ ഇറക്കത്തിൽ ഒരു ബോക്സ് വരച്ചിരുന്നു. ഇത് നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കമാണ് ഈ വരുന്നത്. അപ്പോൾ ഇനിയും ഇതിന് ശേഷം ഞാനിവിടെ ഒരു പടി വെക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ കട്ട് ചെയ്യേണ്ട അളവെന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. ഒന്നിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാനിവിടെ അത് പറയാഞ്ഞത്. രണ്ടാമതായിട്ട് പറയുന്നത് ഈ 9 ഇഞ്ചിലേക്ക് ഈ ബോക്സിനെ ഈ 6-ൽ നിന്നും 3 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുത്ത് 9 ഇഞ്ചിലേക്ക് ഈ ബോക്സിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ലൈൻ ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യേണ്ടത് ഇതുവഴിയാണ് കേട്ടോ, ഇതുവഴിയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് പോവുക. ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ തുണി 2ആയിട്ട് ഇങ്ങനെയാണ് മടക്കിയിട്ടിരിക്കുന്നത്. ആദ്യം ലെങ്ത് വൈസ്, ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞിരുന്നല്ലോ, ലെങ്ത് വൈസ് ഒന്ന് മടക്കി, അതിനുശേഷം വിഡ്ത്ത് വൈസ് മടക്കി. അപ്പോൾ ഇങ്ങനെയാണ് ഈ പോർഷനിൽ തുണി ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഫ്രണ്ട് പോർഷൻ മാത്രമേ ഇങ്ങനെ കട്ട് ചെയ്യുന്നുള്ളൂ. കാരണം ബാക്ക് പീസ് ഞാൻ ചുരിദാർ കട്ടിങ് പോലെ ഇത് ഡിസൈൻ വരുന്നില്ല. അതുകൊണ്ട് ഇവിടെ മാത്രം ഈ ഒരു പീസ് മാത്രമേ ഇങ്ങനെ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. ഇവിടെ ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ആം ഹോൾ കൂടി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് ഈ ഫ്രണ്ട് പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പീസ് അങ്ങോട്ട് മാറ്റി വെക്കാം. കണ്ടോ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലെങ്ത് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക. നമ്മുടെ ബാക്ക് പീസാണ്. ഇനി ഇത് ഫ്രണ്ട് പീസാണ്, അപ്പം താഴെയുള്ളത് ബാക്ക് പീസാണ്. അപ്പോൾ ബാക്ക് പീസിൽ ആ സെയിം ലെങ്ത് ഒന്ന് മെഷർ ചെയ്ത് പോവുക. നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ വീണ്ടും അല്ലെങ്കിൽ നമ്മൾ 52 ഇഞ്ച് വീണ്ടും മെഷർ ചെയ്യണ്ടല്ലോ. അപ്പം ഈ ഒരു ലെങ്തിൽ നമുക്ക് ഒന്ന് വരച്ചെടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് അങ്ങ് മാറ്റി വെക്കാം. ഇനി നമ്മൾ ബാക്ക് പീസിൽ ഞാൻ സാധാരണ ചുരിദാർ കട്ടിങ്ങിൻ്റെ നൈറ്റിയുടെ മോഡലിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പം ഇതിന് മുമ്പ് ഞാൻ ഇട്ടിരുന്ന നൈറ്റികളിലൊക്കെ തന്നെ ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെ തയ്ക്കുന്നതായിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ ഇതൊരു വ്യത്യസ്തതയുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മളിനി ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് സാധാരണ നമ്മൾ അളവെടുക്കുന്നത് പോലെ തന്നെ ഈ മുറിയാത്ത ഭാഗത്ത് നിന്നും ഇങ്ങോട്ടേക്ക് മെഷർമെൻറ്റ് എടുത്ത് പോകുന്നു. ഇവിടെ കഴുത്തിൻ്റെ അകലം 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഈ ഷോൾഡർ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും താഴത്തേക്ക് നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാം.
കൈക്കുഴി ഇവിടെ 7 ഇഞ്ച്. നമ്മളത് ഫ്രണ്ട് പീസിനും കട്ട് ചെയ്തതുപോലെ തന്നെ 7 ഇഞ്ച് തന്നെ കൈക്കുഴി മാർക്ക് ചെയ്യുന്നു. ഇനി കഴുത്തിൻ്റെ ഇറക്കം ഞാനിവിടെ ഫ്രണ്ടിൽ 6 ഇഞ്ചാണ് കൊടുത്തിരുന്നത്. ബാക്ക് പീസിന് വന്നിട്ട് 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. കഴുത്തിൻ്റെ ഇറക്കം നമ്മളിവിടെ ഒരു ബോക്സായിട്ട് വരച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് കർവ് ചെയ്ത് എടുക്കാം. ഇത് ബാക്ക് ഭാഗത്തുള്ള കഴുത്തിൻ്റെയാണ്. ഇവിടെ ഈ ഭാഗത്തായിട്ട് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നു. ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 10.5 വേണ്ടത്. അപ്പം 1 ഇഞ്ച് ലൂസും 1 ഇഞ്ച് നമ്മുടെ തയ്യൽത്തുമ്പും കൂടി വെച്ച് 12.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. ഇതിങ്ങനെ കർവായിട്ട് വരയ്ക്കുന്നു. ഇനി ഇവിടെ നിന്നും ഏകദേശം ഒരു 18 ഇഞ്ച് വരുന്നിടം വരെ നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്ത് ഈ ചെസ്റ്റ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ഈ മാർക്കിങ്ങിൽ നിന്നും ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്ത് ഇവിടേക്കൊന്ന് വരച്ച് എടുക്കുക. ഇത്രയും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കഴുത്തിൻ്റെ പോർഷനും അതുപോലെ തന്നെ കൈക്കുഴിയും കട്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ കുറച്ച് ഒരു 18 ഇഞ്ച് വരെയും ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ചുരിദാർ കട്ടിങ് ചെയ്യുന്നത് പോലെ ബാക്ക് പീസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ബാക്ക് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പീസിൽ ഈ കഴുത്തിൻ്റെ പോർഷൻ നമ്മൾ ക്രോസ് പീസ് വെച്ച് മടക്കി തയ്ക്കുക. അതുമാത്രമേ ബാക്ക് പീസിൽ നമുക്ക് സ്റ്റിച്ചിങ് വരുന്നുള്ളൂ. നമുക്ക് ഈ ബാലൻസ് ഉള്ള പീസിൽ നിന്നും സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ ഇറക്കം 7.5 ഇഞ്ചാണ് തുണി എടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്നും 3 ഇഞ്ച് താഴ്ത്തി ഇതൊന്ന് മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. ഷേപ്പ് ചെയ്ത് വരച്ച് കട്ട് ചെയ്തെടുക്കുക. താഴത്തെ കൈവണ്ണം 6 ഇഞ്ചാണ്. അപ്പോൾ ഒരു 7 ഇഞ്ച് ഇട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും കൂടി കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ കഴുത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന തുണിയാണ്. ഞാനിവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം തന്നെ എടുക്കാം. 2 ആയിട്ടാണ് തുണി മടക്കി ഇട്ടിരിക്കുന്നത്. ഇത് 6 ഇഞ്ച് നീളത്തിലുള്ള 6 ഇഞ്ച് നീളത്തിലാണ് ഞാനിവിടെ 2 ആയിട്ട് മടക്കി ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കഴുത്തിൻ്റെ അകലം 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ബാക്കി 3 ഇഞ്ച് വരും. ഇവിടെ ടോട്ടൽ 6 ഇഞ്ചിലാണ് മടക്കിയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഇറക്കം വന്നിട്ട് 6 ഇഞ്ച്. നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 6 ഇഞ്ചാണല്ലോ എടുത്തിരുന്നത്. അപ്പോൾ ആ 6 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കതൊരു ബോക്സായിട്ട് വരയ്ക്കാം. ഇതുപോലെ നമ്മൾ കഴുത്ത് സ്ക്വയറായിട്ട് വരച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് നമ്മൾ 9 ഇഞ്ചാണ് നമ്മുടെ ഫ്രണ്ട് പീസിൽ കട്ട് ചെയ്തത്. അപ്പോൾ ആ 9 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് കൂടി, കാരണം ഈ പീസ് വെച്ചിട്ട് നമുക്ക് മടക്കി തയ്ക്കാനുള്ളതാണ്. അപ്പോൾ അതിനൊരു തയ്യൽ തുമ്പം കൂടി കണക്കാക്കിയിട്ടാണ് ഞാനിവിടെ ഒരു 10.5 ഇഞ്ചാണ് താഴെ എടുക്കുന്നത്. അതായത് 4.5 ഇഞ്ച് താഴേക്ക് എടുക്കുന്നു. സൈഡിലേക്ക് 3 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. താഴേക്ക് 10.5 ഇഞ്ച് ഇറക്കത്തിലെടുക്കുന്നു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇവിടെ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഴുത്തിൻ്റെ പോർഷൻ കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതുപോലെ ഒരു പീസ് നമുക്ക് കിട്ടി. ഇനിയും ഇതേ മെഷർമെൻറ്റിൽ തന്നെ നമ്മൾ ഒരു പീസ് കൂടി, ഒരു ലൈനിങ് ക്ലോത്തോ അല്ലെങ്കിൽ ഈ റെഡ് കളറിലെ ക്ലോത്തോ, നമ്മൾ ആദ്യം നൈറ്റിക്ക് കട്ട് ചെയ്ത ക്ലോത്തോ, അത് ഏതെങ്കിലും ഒരു ക്ലോത്ത് കൂടി വെക്കുക. കാരണം ഇതിന് 2 പീസ് വേണം. അപ്പോൾ ഇതുപോലെ 2 പീസ് എടുക്കുക. ഇതുപോലെ ഒരു ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഫുള്ളായിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ 3 പീസായിട്ട് എടുത്തിട്ട് ജോയിൻ ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത ഈ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ട് ഈ എഡ്ജിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ സ്ക്വയറായിട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ കഴുത്തിൻ്റെ ഈ പോർഷൻ തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റിവേഴ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ ഈ തുണി അകത്ത് പോകത്തക്ക രീതിയിൽ റിവേഴ്സ് ചെയ്തെടുക്കുക. ഇതുപോലെ റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ എഡ്ജിൽ കൂടി പതിച്ച് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. ഇങ്ങനെ ലൈനിങ് ക്ലോത്ത് ഉള്ളിലേക്ക് പിടിച്ച് വെച്ച് അപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇങ്ങനെ പതിച്ചിട്ട് ഇങ്ങനെ സ്ക്വയറായിട്ട് ഇവിടെ വരുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ട് വേണം തിരിച്ചെടുക്കാൻ. സ്ക്വയർ ആയതുകൊണ്ട് അതുപോലെ തന്നെ ഈ എഡ്ജിൽ വരുമ്പോഴും ഇങ്ങനെ നമുക്കിവിടെ പതിച്ച് വെച്ച് തയ്ക്കാൻ തുടങ്ങാം. ഈ എഡ്ജ് ആകുമ്പോൾ ഇങ്ങനെ സൂചി ഉള്ളിലേക്ക് കുത്തി നിർത്തിയിട്ട് വേണം പൊക്കിയിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ച് തയ്ക്കാനായിട്ട്. അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, അതായത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ബോക്സാണ്. ത്രെഡ് ബോക്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതുപോലെ അകത്ത് ഇങ്ങനെയൊരു പോർഷനുണ്ട്. പിന്നെ ഇതിവിടെ നൂലിടുന്ന പോർഷനാണ്. നൂലിടാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള നോബുകളുണ്ട്. 36 നൂലിടാം. പ്ലാസ്റ്റിക്കിന് വലിയ ക്വാളിറ്റി ഉള്ളതൊന്നും അല്ല കേട്ടോ, എന്നാലും നമുക്ക് ഉപയോഗമുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഇതുപോലെ കത്രികയും സൂചിയും ഇതുപോലെയുള്ള ബോബിനും ഒക്കെ തന്നെയും വെക്കാൻ പറ്റും.
നമ്മളിത് ഇത് കട്ട് ചെയ്തെടുത്ത നമ്മുടെ ഫ്രണ്ട് പീസാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇനിയും പ്ലീറ്റ്സ് കൊടുത്ത് തയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ഇങ്ങനെ ഇവിടം തൊട്ട്, ഇവിടെ നമ്മൾ കഴുത്തിൻ്റെ ഈ പോർഷൻ കട്ട് ചെയ്തല്ലോ, അപ്പോൾ ഇവിടം തൊട്ട് ഇങ്ങനെ ചെറുതായിട്ട് പ്ലീറ്റ്സ് കൊടുത്ത് ആദ്യം തയ്ച്ചെടുക്കുക. നമുക്ക് നമ്മളിപ്പോൾ ഈ തയ്ച്ച് വെച്ച ഈ നെക്കില്ലേ, ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡയറക്റ്റ് അറ്റാച്ച് ചെയ്ത് പ്ലീറ്റ്സ് കൊടുത്ത് തയ്ച്ച് പോയാലും മതി. അപ്പോൾ അത്രയധികം വശമില്ലാത്ത ആൾക്കാരാകുമ്പോൾ ആദ്യമേ നമ്മൾ പ്ലീറ്റ്സ് എടുത്തൊന്ന് തയ്ച്ച് വെക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വീതിക്ക് വേണം പ്ലീറ്റ്സ് എടുക്കാൻ. അതായത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഇത്രയുമേ വരാൻ പാടുള്ളൂ പ്ലീറ്റ്സ് എടുത്ത് കഴിയുമ്പോൾ. അത് കണക്കാക്കി വേണം നമ്മൾ പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെറിയ പ്ലീറ്റ്സ് കൊടുക്കുക, അതായിരിക്കും കൂടുതൽ ഭംഗി. ഇങ്ങനെ സെൻറ്ററിൽ കൂടുതൽ പ്ലീറ്റ്സ് വരത്തക്ക രീതിയിൽ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മളിത് പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. ഈ പീസ് വെച്ച് തയ്ക്കാൻ പാകത്തിനുള്ള അളവിലാണ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കേണ്ടത്. അതായത് നമ്മുടെ കഴുത്തിൻ്റെ അകലം ഞാനിവിടെ 6 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ബാക്ക് പീസ് വെട്ടിയപ്പോൾ ഞാൻ കണ്ടിരുന്നല്ലോ. അപ്പം കഴുത്തിൻ്റെ അകലത്തിനേക്കാൾ ഒരു 2 സൈഡിലും ഓരോ ഇഞ്ച് വീതം അധികം വരും. 8 ഇഞ്ചാണ് ഇവിടെ വരേണ്ട അളവ്. അതായത് ഇതിങ്ങനെ നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ മടക്കിയാണ് ഇതിവിടെ തയ്ച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇതിവിടെ ഇങ്ങനെ നിൽക്കത്തക്ക രീതിയിലാണ് ഈ അളവ് വരേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ തയ്ച്ച് വെച്ചിരിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, ഈ അടുത്ത നെക്കിൻ്റെ പീസ്. അപ്പോൾ ഈ പീസ് ഞാൻ ഇതുപോലെ തന്നെ ഒരു റൗണ്ട് നെക്കുള്ള നൈറ്റി ഇതിന് മുമ്പ് ചെയ്തിരുന്നു. റൗണ്ട് നെക്കാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് തയ്ച്ച് പിടിപ്പിക്കാൻ പറ്റും. പക്ഷേ സ്ക്വയറിൻ്റെ നെക്കാകുമ്പോൾ അങ്ങനെ തയ്ച്ച് പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സ്ക്വയറിൻ്റെ നെക്ക് ആദ്യം ഇങ്ങനെ ഇതൊന്ന് മടക്കി തയ്ക്കുക. ഇതിൻ്റെ 4 സൈഡുകളും ആദ്യമേ ഒന്ന് മടക്കി തയ്ക്കുക. ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ ഫുൾ 4 സൈഡും മടക്കി തയ്ക്കുക. എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ 4 സൈഡും മടക്കി തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ഈ 4 സൈഡും തയ്ച്ചെടുത്ത ഈ പോർഷൻ ഇതിൻ്റെ മീതേക്ക് വെച്ചിട്ട് തയ്ച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ ഷോൾഡർ വന്നിട്ട് നമ്മൾ വെക്കുമ്പോൾ കഴുത്തിൻ്റെ അകലം 6 ഇഞ്ചാണോ വരുന്നതെന്ന് നോക്കുക. അത് കൃത്യമായിട്ട് കറക്റ്റാക്കി വെക്കുക, കഴുത്തിൻ്റെ അകലം 6 ഇഞ്ച് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഷോൾഡറിൻ്റെ പോർഷൻ 4 ഇഞ്ച് വരത്തക്ക രീതിയിൽ വേണം നമ്മൾ ഈ പോർഷൻ വെക്കാൻ. ഒത്തിരി ഇങ്ങോട്ട് നീട്ടിയോ അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറ്റിയോ വെക്കരുത്. കൃത്യമായിട്ട് ഇത് 4 ഇഞ്ച് വരത്തക്ക രീതിയിൽ തന്നെ ഇതുപോലെ രണ്ട് ഭാഗവും അതേ രീതിയിൽ തന്നെ വെക്കുക. എന്നിട്ട് നമുക്കിവിടെ മുട്ടുസൂചി കുത്തി പിൻ ചെയ്ത് വെക്കാം. തയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് മാറിപ്പോകും. അതുകൊണ്ട് ഇതുപോലെ മുട്ടുസൂചി കുത്തി വെക്കുക. ഇതുപോലെ മുട്ടുസൂചി കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ എഡ്ജിൽ കൂടി നമ്മളൊന്ന് തയ്ച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടി തന്നെ ഒന്നുകൂടി തയ്ക്കുക. ഇങ്ങനെ സ്ക്വയറായിട്ട് ഈ എഡ്ജിൽ കൂടി തയ്ച്ചു പോവുക. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പിൽ, ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ വീണ്ടും ഇങ്ങനെ ഒന്നുകൂടി തയ്ക്കുക. അങ്ങനെ ഒരു 2-3 തയ്യലൊക്കെ തയ്ച്ചാൽ ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഈ അടിയിലത്തെ പോർഷൻ നന്നായിട്ട് പതിഞ്ഞ് തയ്ക്കുകയും ചെയ്യും. ഇതുപോലെ നമ്മൾ ഇത് അറ്റാച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, ബാക്ക് സൈഡിൽ ഇതുപോലെ 2-3 സ്റ്റിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ തയ്യൽ തുമ്പൊക്കെ മടക്കി തന്നെയാണ് തയ്ച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ 2-3 സ്റ്റിച്ച് കൊടുത്ത് തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഈ ബാക്കിൽ നമ്മൾ കട്ട് ചെയ്തിരുന്നല്ലോ, അപ്പോൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും തമ്മിൽ അറ്റാച്ച് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ബാക്ക് പീസിൻ്റെ കഴുത്ത് ഞാനിവിടെ ക്രോസ് പീസ് വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രോസ് പീസ് വെട്ടുന്നതും തയ്ക്കുന്നതുമൊക്കെ ഒത്തിരി വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ 2 ഷോൾഡറും ജോയിൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് ഇതുപോലെ സ്ലീവിൻ്റെ ഈ സെൻറ്റർ ഭാഗം ഇതിൻ്റെയും സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട് ഇതേമാതിരി അറ്റാച്ച് ചെയ്യുക. 2 സ്ലീവും അതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുക. ഇവിടെ 2 സ്ലീവും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഷോൾഡർ തയ്ച്ചതിന് ശേഷം 2 സ്ലീവും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡും കൂട്ടി തയ്ക്കുകയാണ് ചെയ്യേണ്ടത്. സ്ലീവ് ഇങ്ങനെ താഴത്തെ വണ്ണം ഒന്നുകൂടി ഒന്ന് മെഷർ ചെയ്തിട്ട്, കൈയുടെ താഴത്തെ വണ്ണം മെഷർ ചെയ്തിട്ട് ഇവിടെ നിന്നും താഴേക്ക് ഏറ്റവും താഴെ വരെ ഇവിടെ വരെയും തയ്ക്കുക. അതിനുശേഷം ഈ മറു സൈഡും അതുപോലെ തന്നെ തയ്ക്കുക. അതിനുശേഷം ഈ താഴത്തെ ഭാഗം മടക്കി തയ്ക്കുക. അപ്പോൾ നമ്മൾ നൈറ്റി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. 2 സൈഡും തയ്ച്ച് കഴിഞ്ഞു. അപ്പം വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നൈറ്റിയാണിത്. ഡിസൈനറിനൊക്കെയുള്ള ഒരു വെറൈറ്റി മോഡലിലുള്ള നൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.